സുധീഷ്, കുറച്ച് ദിവസമായി നമ്മൾ ഈ അമേരിക്ക ട്രംപ് ചർച്ച ചെയ്തിട്ട്, അതായത് നമ്മൾ സംസാരിച്ചതിന് ശേഷമായിരുന്നു H-1B വിസ അതിൻ്റെ ആ ഒരു വലിയ ഫീസ്, ആ തുക ട്രംപ് പ്രഖ്യാപിച്ചത് വളരെ ആശങ്കകൾക്കിടയാക്കി. പല കമ്പനികളും അവരുടെ ജോലിക്കാരെ തിരിച്ചു വിളിച്ചു. അങ്ങനെയൊക്കെയുള്ള ആ സമയത്ത് വലിയൊരു ഇതുണ്ടായി. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് ഇത് ഇനിയിപ്പോൾ? ജോലിക്കാരെ അന്ന് തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ്റെ ബാക്കിയായിരുന്നു. അതായത് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് പുറത്തേക്ക് വന്നിട്ടില്ല. ആദ്യമേ ഇങ്ങനെ ഇത് സൈൻ ചെയ്യുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എല്ലാ റിന്യൂവലിനും ഈ 1,00,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ ഇവിടെ നിന്ന് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് ബിസിനസ് ലാഭമുണ്ടാകുന്ന രീതിക്ക് അയാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു കമ്പനിക്കും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ മാക്സിമം എന്താ പറയുക നിർത്താൻ പറ്റുന്നിടത്തോളം നിർത്തിയിട്ട് തിരിച്ച് നാട്ടിൽ പറഞ്ഞു വേണ്ടി വരും എന്ന ഒരു കൺഫ്യൂഷൻ. അതുപോലെ തന്നെ പുറത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, രാജ്യത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലോ, അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ $1,00,000 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മൈൻഡിലാണ് അന്ന് ഒരു പാനിക്കും മറ്റേ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ ആ ഒരു ഇതും ഒക്കെ കൂടെ വന്നത്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഈ $1,00,000 H-1Bക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മാത്രമാണ് ദ്രോഹം വരുന്നത്. ഇന്ത്യയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ടു ബി ഓണസ്റ്റ്, അത് വളരെ ക്ലിയറാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം ഇപ്പോൾ ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലാണ് വന്നു നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ശീതയുദ്ധം, അതായത് കോൾഡ് വാർ ഉണ്ടായിരുന്ന കാലത്താണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഏറ്റവും വഷളായിരുന്നത്. അത് കഴിഞ്ഞു 90കളിൽ USSR ഇല്ലാതായി, പിന്നെ കോൾഡ് വാർ ഇല്ല, യൂണിപോളർ വേൾഡ് എന്ന ഒരു ലോകക്രമത്തിലേക്ക് നമ്മൾ വന്നു. ആ സമയത്ത് പിന്നെ അമേരിക്കയ്ക്ക് റഷ്യയുടെ തോളത്ത് കൈയിട്ടു എന്ന് പറഞ്ഞ് ഇന്ത്യയോട് പിണങ്ങേണ്ട ആവശ്യമില്ല. അന്നും പ്രശ്നം USSRൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ എതിർചേരിയിലാണ് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ പ്രശ്നം. പക്ഷേ USSRൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു തരാം, അത് ഈ അമേരിക്ക തന്നെയാണ്. അവിടെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ നമ്മളോടൊരു ശത്രുത വെച്ച് പുലർത്തി. പക്ഷേ USSR ഇല്ലാതായി കഴിഞ്ഞപ്പോൾ, കൃത്യം ആ സമയത്താണ് ബിൽ ക്ലിൻ്റൺ പ്രസിഡന്റ് ആയി വരുന്ന സമയത്താണ് പിന്നെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ളൊരു സൗഹൃദം തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പഴയതൊക്കെ മാറ്റി വെച്ച് സൗഹൃദം തുടങ്ങി. അതിങ്ങനെ വന്ന് ഒന്നാം ട്രംപിൻ്റെ കാലത്തൊക്കെ അത് നല്ല ഒരു സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരുന്നു. ബൈഡൻ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എതിരെ പല എന്താ പറയുക കുത്തിത്തിരിപ്പുകൾ തുടങ്ങി. അപ്പോൾ നമ്മൾ ടു ബി ഓണസ്റ്റ് ബൈഡനെതിരായി. ട്രംപ് വന്നാൽ ഒരു പഴയൊരു സുഹൃത്തല്ലേ, ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇന്ത്യക്കാർ പൊതുവെ ട്രംപിനെ അനുകൂലിച്ചത്. അത് കുറച്ചല്പം കടന്ന കൈയായിട്ട് ട്രംപ് ജയിക്കാൻ വേണ്ടിയിട്ട് പൂജയും വഴിപാടും കഴിച്ചവർ വരെ ഏതായാലും ഭാരതത്തിലുണ്ട്. അതിൻ്റെ മുഴുവൻ പുറകിലുള്ള ചേതോവികാരം എന്ന് പറഞ്ഞാൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായി വരില്ലല്ലോ, പഴയൊരു സുഹൃത്തല്ലേ എന്ന ഒരു മൈൻഡ് സെറ്റായിരുന്നു. ആ ഒരു വിശ്വാസമാണ് ട്രംപ് നശിപ്പിച്ചത്. ട്രംപ് അപ്പോൾ H-1B വിസ ഒരു ഉപദ്രവമാണ്. കാരണം അത് നമ്മുടെ IT ഇൻഡസ്ട്രിക്ക് അത് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ടു ബി ഓണസ്റ്റ്, ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ വർക്ക് ചെയ്യാം. പക്ഷേ അവിടെ നടക്കുന്ന അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചൊരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടൊന്നും പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിലും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, നേരിട്ട് സംസാരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും, നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരു മുറിക്കകത്തിരുന്ന് എഴുതി കുത്തി അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. ആ ഒരു ചാൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കളയുന്നത്. വേറൊരു ഓപ്ഷൻ പണ്ട് ഉണ്ടായിരുന്നു, L1 എന്ന് പറയുന്ന ഒരിത്. അത് ആദ്യമേ കുറച്ച് അതിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ട് കുറച്ചൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഈ H-1B വരുന്നത്. H-1Bക്ക് ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ H-1B ഒരു എംപ്ലോയറുമായിട്ട് ടൈഡല്ല. അതായത് ഒരാൾ ഇവിടുന്ന് H-1B കിട്ടി അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അയാൾക്ക് വേറൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇതേ H-1Bയിൽ റിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത കമ്പനിയിൽ പോയി പണിയെടുക്കാം. L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്ന എംപ്ലോയറുടെ കീഴിൽ തന്നെ നിന്ന് പണിയെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പോഴും അവിടെ ഉള്ളതായിട്ടാണ് ഞാൻ അറിയുന്നത്. എന്നാൽ പോലും H-1B ആണ് ശരിക്കും ഒരു ആവറേജ് IT എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അത്
നല്ലത്. കാരണം പോയി കമ്പനി ഇപ്പോൾ ശമ്പളം കൂട്ടി തന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ അപ്പുറത്ത് വേറെ ഉണ്ട്, അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല, ചാടാം, പുതിയൊരു കരിയർ തുറക്കാം, അമേരിക്ക എന്താ പറയുക ശമ്പളം ഡോളറിൽ കിട്ടും, അങ്ങനെയൊക്കെ ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ ഗുണമാണ് ഇങ്ങേര് ഇല്ലാതാക്കിയത്. ഇപ്പോൾ ദാ മരുന്നുകൾക്ക് 100% ടാരിഫ് എന്ന് പറഞ്ഞ ഒരു സംഗതി വരുന്നുണ്ട്. അതിൻ്റെ അത് ജനറിക് ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇതും ഒരു പരിധി വരെ അമേരിക്കക്കാരെ തന്നെയാണ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ H1Bയുടെ കാര്യവും ശരിക്കും അമേരിക്കക്കാർക്ക് തന്നെയാണ് ഇത് നാളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പോകാനൊരു ചാൻസ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമായിരിക്കും. അവൻ ആ ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ യൂറോപ്പിലോ വേറെ എവിടെയെങ്കിലും ഗൾഫിലോ എവിടെയെങ്കിലും ജോലി തപ്പി പോവും. അമേരിക്കയുടെ അത്ര പൈസയൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും, അത്രയ്ക്കൊരു നല്ലൊരു ഓഫർ ആയിരിക്കണമെന്നില്ല. പക്ഷേ ജോലി കിട്ടി ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും, അതിന് സംശയമൊന്നുമില്ലാത്ത കേസാണ്. പക്ഷേ അമേരിക്കയിൽ പോയി പണിയെടുത്ത് അവിടെയുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്കില്ലാതെയാവുന്നത്. പക്ഷേ അത് ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഈ മരുന്നും ഇന്ത്യക്കാർക്കിട്ടുള്ള പണിയാണ്, മരുന്നും ഇന്ത്യൻ കമ്പനികൾക്കിട്ടുള്ള പണിയാണ്. പക്ഷേ ഈ മരുന്നാണെങ്കിലും ശരി, ബാക്കിയുള്ള താരിഫ് ആണെങ്കിലും ശരി, അൾട്ടിമേറ്റ്ലി ഇതിന്റെയൊക്കെ കഷ്ടത അനുഭവിക്കുന്ന അമേരിക്കക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞ H1Bയുടെയും കഷ്ടത അനുഭവിക്കാൻ പോകുന്ന അമേരിക്കൻ കമ്പനികളാ. ഇനി ഇവിടെ നിന്ന് AI പോലെയുള്ള കട്ടിങ് എഡ്ജായിട്ടുള്ള ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് H1Bയിൽ അമേരിക്കയിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് പോകുന്നത്. അമേരിക്കയിലേക്ക് ഡോക്ടർമാർ പോകുന്ന H1Bയിലായിരുന്നു. ഒരു ഡോക്ടറെ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് അമേരിക്കയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. എന്താ ഉണ്ടാകാൻ പോകുന്നത്? അമേരിക്കയിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ എണ്ണം കുറയും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് എന്നാണ് ഇതെല്ലാം കൊണ്ട് ദോഷം വരുന്നത്. ഇപ്പം നമ്മൾ ഈ തൊലിപ്പുറത്ത് കാണുന്ന ചികിത്സകളാണ് ഇതെല്ലാം. ഇതല്ലാതെ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ നേപ്പാളിലെ കഥ പറഞ്ഞായിരുന്നു, അമേരിക്കയാണ് നേപ്പാളിൽ ഭരണമാറ്റം എന്ന് പറഞ്ഞായിരുന്നു. ബംഗ്ലാദേശിൽ ഭരണമാറ്റം നടത്തിയത് അമേരിക്കയാണ്. അത് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞതാണ്. ഇവിടെ ശ്രീലങ്കയിൽ അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഏകദേശം ഉള്ള ഒരു വെപ്പ്. കാരണം ചൈന അവിടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ചൈന ഏതായാലും ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നൊരു ഭരണകൂടത്തെ ചൈന എടുത്ത് കളയല്ലോ, അതും അമേരിക്കയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാകിസ്ഥാൻ, ഇപ്പുറത്ത് നേപ്പാൾ, ബംഗ്ലാദേശ്, ഇവിടെ ശ്രീലങ്ക, അടുത്തത് ഇനി മ്യാൻമാറാണ്. മ്യാൻമാറിൻ്റെ ഭരണം വലിയ താമസമില്ലാതെ മാറും. വലിയ താമസമില്ലാതെ മ്യാൻമാർ ഭരണവും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറി നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫിനെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങേര് അസീം മുനീർ കയറി അവിടുത്തെ പ്രസിഡന്റ് ആവും. ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭരണമാറ്റങ്ങളുടെ ആ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ അഫ്ഗാനിസ്ഥാനാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, വിട്ടേക്ക്. ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശമെന്ന് പറയുന്നത് RICയെ വളയുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഇന്ത്യയുടെ ചുറ്റുമുള്ള സാധനമേ കാണുന്നുള്ളൂ. ചൈനയുടെ ചുറ്റുമുള്ള വേറെ ഇതുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. റഷ്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇവർ എൻസർക്കിൾ ചെയ്യുന്നുണ്ട്, അത് കാണുന്നില്ല. ഗ്രീൻലാൻഡ് ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് പറഞ്ഞാണ് ഗ്രീൻലാൻഡ് നമുക്ക് വേണമെന്ന്, ഓർക്കണ്ടോ? അത് റഷ്യക്കുള്ള പണിയായിരുന്നു, അത് റഷ്യക്കുള്ള പണിയാണ്. എന്ന് പറഞ്ഞ പോലെ റഷ്യ, ഇന്ത്യ, ചൈന ഈ 3 പേരെയും വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോറോർലെസ്. പല 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 സ്ഥലത്തായിട്ട് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിക് അസറ്റുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ RIC ഒരുമിക്കുന്ന രംഗം കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടെ വരുമല്ലോ തീർച്ചയായിട്ടും. ഈ വളയുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല വാര്യത്തെ. അതെ, അല്ല, ഞാൻ പറയട്ടെ, നേപ്പാളിൻ്റെ ഒരു മൂലയും ബംഗ്ലാദേശിൻ്റെ ഒരു മൂലയുടെയും നടുക്കാണ് നമ്മുടെ ചിക്കൻ നെക്ക് വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? നേരത്തെ അത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രമേ അങ്ങോട്ട് അമേരിക്കയ്ക്ക് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നേപ്പാളും ഉണ്ട്. അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ നോർത്ത് ഈസ്റ്റ് ഔട്ടാ. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. അതായത് അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കുമെന്നല്ല, അതൊരു പോസിബിലിറ്റിയാണ്. തീർച്ചയായിട്ടും അതിനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനയായിട്ടുള്ള ഒരു വൈരം, അതായത് അതുണ്ടായിരുന്നു നേരത്തെ, അത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക എന്നുള്ള പൊതുശത്രു ആയി മാറുകയും നമുക്കെതിരെ അല്ല ഈ പറയുന്ന 3 രാഷ്ട്രങ്ങൾക്കെതിരെയും നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ 3 രാഷ്ട്രങ്ങൾ ഒരുമിക്കില്ലേ? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക ഇതുവരെ നമ്മുടെ ശത്രു അല്ല. ചൈന ഇതുവരെ നമ്മുടെ മിത്രമല്ല. അതെ.
പക്ഷെ അമേരിക്കയ്ക്ക് നമ്മളിപ്പം ശത്രു സ്ഥാനത്താണ് നിൽക്കുന്നത്, അത് വേറെ കഥ. അത് അമേരിക്കയുടെ പെർസ്പെക്റ്റീവ്. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ അമേരിക്ക ഇതുവരെ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ശത്രു ആയിട്ടില്ല. മനസ്സിലായില്ലേ? ഈവൻ ലഡാക്കിലെ കളി പോലും നേപ്പാൾ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. ലഡാക്കിൽ ഇപ്പം നടന്ന കലാപം നേപ്പാൾ റിപ്ലിക്കേറ്റ് ചെയ്ത് അമേരിക്കയുടെ കൈയുണ്ട് അതിൻ്റെ അകത്ത്. മണിപ്പൂർ കലാപത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ കൈയുണ്ട്. അമേരിക്കൻ CIA അല്ലെന്നുണ്ടെങ്കിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഓപ്പറേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ മണിപ്പൂരിൽ വന്ന് കയറിയതിൻ്റെ ഫോട്ടോ എവിഡൻസ് ഞാൻ കണ്ടതാണ് ആ അതിൻ്റെ ഫോട്ടോ എവിഡൻസ്. ആള് ഇത് സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഓപ്പറേറ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ മണിപ്പൂരിൽ നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ആഗസ്റ്റ് അവസാനത്തെ ആഴ്ചയിൽ ബംഗ്ലാദേശിൽ വെസ്റ്റിൻ ഹോട്ടലിൽ 808-ാമത്തെ മുറിയിൽ ഒരു അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവ് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പണി എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അതൊന്നും അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ അമേരിക്കയെ ശത്രുസ്ഥാനത്ത് കൊണ്ട് നിർത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇതുവരെ ചൈനയെ കൊണ്ട് മിത്രസ്ഥാനത്തും കൊണ്ട് നിർത്തിയിട്ടില്ല. ഭാരതത്തിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യം മാത്രമാണ് നമ്മളെ നയിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ട്രംപ് എന്ന് പറയുന്ന വൃത്തിയോട്ടൻ്റെ തോളത്ത് കൈയിട്ടതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു മിത്രസ്ഥാനത്തേക്ക് ഒരു പുതിയൊരു രാജ്യത്തെ കൊണ്ടുവരുന്ന അതുപോലെ ആലോചിച്ചും കണ്ടും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, ഇനിയൊരു യുദ്ധം വരാനിരിപ്പുണ്ട്. ടു ബി ഓണസ്റ്റ്, ഈ ചിക്കൻ നെക്ക് മുറിക്കാനായിട്ട് ബംഗ്ലാദേശ് അവിടെ നിന്ന് നോക്കും. ബംഗ്ലാദേശിൽ എല്ലാ മാസവും സൈനിക എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട്, മിലിറ്ററി എക്സർസൈസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേറ്റീവ്സ് വന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പരിശീലനം കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് സ്ട്രാറ്റജൈസ് ചെയ്യുന്നുണ്ട്, റെക്കിയുണ്ട്, സർവ്വ പരിപാടികളുണ്ട് ബംഗ്ലാദേശിൽ നിന്ന്. മുനീറിൻ്റെ ഒരു എന്താ പറയുക സബോർഡിനേറ്റ് ഉണ്ടായിരുന്നു. അയാൾ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞാണ്, ഇനി ഞങ്ങൾ കിഴക്കുന്ന് ആക്രമിച്ചോളാം എന്ന് പറഞ്ഞിട്ട്, വിൽ അറ്റാക്ക് ഇന്ത്യ ഫ്രം ഈസ്റ്റ് എന്ന് പറഞ്ഞ അയാളാണ്. അത് അങ്ങേരെ അറിയാതെ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞാണെങ്കിലും പ്രിപ്പറേഷൻ മുഴുവൻ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, ചിറ്റഗോങ് പോർട്ടിൻ്റെ അവിടെ മിലിറ്ററി ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിൽ. അവിടെ നിന്ന് ഈ മിലിറ്ററി തീർച്ചയായിട്ടും മ്യാൻമാറിലോട്ട് കയറാനായിട്ടുള്ള പരിപാടിയാണ്. ചിറ്റഗോങ് പോർട്ടിൻ്റെ അവിടെ നിന്ന് മ്യാൻമാറിലോട്ട് കയറാനായിട്ടാണെങ്കിലും ത്രിപുരയിലോട്ടോ അങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റിലോട്ട് കയറാനായിട്ടാണെങ്കിലും വലിയ ദൂരമില്ല. മിലിറ്ററി എക്സസൈസസ് അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. സോ ടു ബി ഓണസ്റ്റ്, നമ്മൾ അത്ര നല്ല സേഫ് സിറ്റുവേഷനിലൊന്നും അല്ല ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 2014 മുതൽ ഇത് എത്ര പ്രാവശ്യം റെജീം ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ശ്രമിച്ചതാണെന്നും എത്ര പ്രാവശ്യം പരാജയപ്പെട്ടതാണെന്നും നമുക്കൊന്നും എണ്ണമില്ല. അതുമാത്രമല്ല, അതായത് ഇടയ്ക്ക് എപ്പോഴോ ആരോ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഇനി ഭരണമാറ്റം വരണമെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവുകയും രാജ്യം തോൽക്കുകയും ചെയ്താൽ മാത്രമേ നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത ഇല്ലാതാവൂ എന്ന് എവിടെയോ ഒരു ചർച്ചയിൽ കേട്ടിരുന്നു. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണല്ലോ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ആ കോട്ടിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു യുദ്ധത്തിൽ ഭാരതം തോൽക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭാരതം വളരെ പുറകോട്ട് പോകണം. പറഞ്ഞത് ഫക്രുദ്ദീൻ അലിയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. സോ അല്ല, ആ പോസിബിലിറ്റി അല്ലേ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോസിബിലിറ്റി കഴിഞ്ഞ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അമൃത്പാൽ സിംഗ് ഓർക്കണ്ടോ? എണ്ണി പറയാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യിലും കാലിലും എണ്ണി കഴിഞ്ഞാൽ തീരൂല. അപ്പം അതിന് മാത്രം ശ്രമങ്ങൾ ഇവിടെ നടന്നു. ഇപ്പം ലഡാക്കിൽ തന്നെ ലഡാക്കിലത് എന്താ പറയുക, വളരെ ക്ലിയർ ആയിട്ട് ലഡാക്കിൽ ഒരു ഗുണം ഉണ്ടായി നമുക്ക്. അതായത് ഇതിൻ്റെ കൂടുതൽ ഒരു കോൺഗ്രസ്സുകാരനും കൂടെ കച്ചു കെട്ടി പോകുന്നത് കണ്ടു. ആ കോൺഗ്രസ്സുകാരനെ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന നേരം വരെ ഏതായാലും കോൺഗ്രസ് പുറത്താക്കിയിട്ടുമില്ല. അവിടുത്തെ കൗൺസിലർ യെസ് ഒബ്വിയസ്ലി അധികാരത്തിലിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അയാളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. അയാളുടെ പങ്ക് കൃത്യമായിട്ട് വെളിയിൽ വന്നതാണ്. ഈ സോനം വാങ്ചു, അങ്ങേർക്ക് കിട്ടാത്ത അവാർഡുകളില്ല. ഒന്ന് മാക്സസെ, പുലിറ്റ്സർ, പിന്നെ ഫോർഡ് ഫൗണ്ടേഷൻ്റെ പ്രത്യേക പരിഗണന, മറ്റൊരു അരവിന്ദ് കെജ്രിവാൾ ഫോർമുലയാണത്. മനസ്സിലായോ? കൃത്യമായി നോക്കിക്കോ. അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് അമേരിക്ക കെട്ടി ഇറക്കിയതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഒരു കളിപ്പാട്ടമാക്കിയിട്ട് കളിപ്പിച്ചതുപോലെ തന്നെ കളിപ്പിക്കാനായിട്ട് പുറത്തിറക്കിയ അടുത്ത കളിയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന് കുറച്ചുകൂടെ ജനപിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറൂരി വിട്ടു. ടു ബി ഓണസ്റ്റ്, അതായിരുന്നു കേജ്രിവാളിനോട് ചെയ്തത്. അങ്ങനെ അങ്ങോട്ട് കയറൂരി വിട്ടു, അങ്ങനെ ഇലക്ഷന് മത്സരിക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള ലൈനിൽ. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതങ്ങ് പൂട്ടാൻ പറ്റി. പൂട്ടി
ഇന്നിപ്പം ഭാരതത്തെ മുഴുവൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട് കത്തും എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ ബുൾജെറ്റ് പിള്ളേർ മറ്റേ ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ നാട് കത്തുമെന്ന് പറഞ്ഞ പോലെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ഉള്ള കാര്യം പറയാലോ. പിന്നെ സോനം വാങ്ചുക്ക് എന്തെങ്കിലും രണ്ടുപേരും എഴുതിയായിരുന്നെങ്കിൽ ബുക്കർ പ്രൈസ് കൂടെ കൊടുത്തേനെന്ന് തോന്നുന്നു. അല്ല, അത് കൊടുക്കുന്നത് എന്തിനാ? അതെ, അതാണ് പറഞ്ഞത്. അല്ല, അത് കൊടുക്കുന്നത് എന്തിനാ ഭാഗത്ത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്ലേ ബുക്കാണ്. ഒരു ആളെ മാക്സിമം നാട്ടുകാരറിയുന്ന അവാർഡുകൾ, അതായത് നോബൽ കൊടുക്കില്ല, ഓസ്കാർ കൊടുക്കില്ല, ബാക്കിയുള്ളതെല്ലാം കൊടുത്തിട്ട് ഇഷ്ടം പോലെ അവാർഡ് കിട്ടിയ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ വായിന്ന് വീഴുന്നത് ദേശദ്രോഹമാണ്. അരുന്ധതി റോയ്, അതാണ് ഞാൻ ബുക്കർ പറഞ്ഞത്. അരുന്ധതി റോയ്, അത് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ എടുത്തത് പറയുന്നത്. അരുന്ധതി റോയുടെ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് അരുന്ധതി റോയ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുന്നത് പാകിസ്ഥാൻകാരാണ്. പാകിസ്ഥാനിലെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. സിഖ് ഫോർ ജസ്റ്റിസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലും ഈ ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലും ഒക്കെ അവരുടെ പരിപാടികളെല്ലാം അരുന്ധതി റോയ് പങ്കെടുക്കുന്നത് നേരത്തെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞത്, ദേശദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇതിന് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യവും ദേശദ്രോഹവും തമ്മിൽ ചെറിയൊരു വരയുടെ വ്യത്യാസമേ ഉള്ളൂ. ആ നൂൽ വര എവിടെയാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു ദേശദ്രോഹി തന്നെയായിരിക്കും. ബാക്കിയുള്ളവർക്ക് അത് സാമാന്യയുടെ മര്യാദയുടെ പേരിലെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത്? ഇതൊരു യുദ്ധത്തിലേക്ക് ആയിരിക്കും പോകുക, അമേരിക്കയുമായിട്ടല്ല, പക്ഷേ ഒരു യുദ്ധം. തീർച്ചയായിട്ടും ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പോക്ക് പോകുന്നത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ്. നമ്മളെ എല്ലാവരും വാൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ നേരത്തെ 2ാം ലോക മഹായുദ്ധത്തിൽ മറ്റേ 3 രാജ്യങ്ങൾ, ജർമ്മനിയും ജപ്പാനും ഇറ്റലിയും കൂടെ ഒരു അച്ചുതണ്ടായിട്ട് നിൽക്കുകയും ബാക്കി ഇപ്പുറത്ത് അമേരിക്കയും UK-യും ഫ്രാൻസും കൂടെ മറ്റൊരു അച്ചുതണ്ടായിട്ട് നിൽക്കുകയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്ന അതുപോലൊരു കൺവെൻഷണൽ വാർ ആയിരിക്കില്ല ഇനി അടുത്തുള്ള ഒരു ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 2 പേര് അവിടെ അപ്പുറത്ത് കിടന്ന് തല്ലുന്നു, 2 പേര് ഇപ്പുറത്ത് കിടന്ന് തല്ലുന്നു. ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യുദ്ധകളമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതായത് റഷ്യ ഉക്രൈൻ വാർ അവിടെ നടക്കുന്നു, ചൈന തായ്വാൻ വാർ ഇവിടെ നടക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ വാർ ഇപ്പുറത്ത് നടക്കുന്നു. അന്നേരം പുറകെ കൂടെ വന്ന് ബംഗ്ലാദേശ് വന്ന് കുത്തുന്നു. അതെ, പഴയ മലയാള സിനിമയിലെ കോമഡി സിനിമകളിലെ അടിമാതിരി, അവസാനത്തെ അടി. യെസ്, പൂച്ചക്കിരി മൂക്കുത്തിക്കാതെ അവസാനത്തെ അടി. അല്ല, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഇങ്ങനെ അടി നടക്കുന്നു. ഇതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും തമ്മി തൊടാതെ, കൂട്ടി തൊടാതെ ഇങ്ങനെയുള്ള അടി നടക്കുന്നു എന്നുള്ളതാണ്. കാരണം പഴയൊരു കൺവെൻഷണൽ വാർ മാറി. ഒന്നാമത്തെ കാര്യം അതായത് അറിയാമല്ലോ, പണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഇപ്പോൾ 71-ലെ അറ്റാക്ക് പാകിസ്ഥാൻ തുടങ്ങിയത് അവിടുന്ന് മറ്റേ എയർഫോഴ്സിനെ വിട്ടുണ്ടായിരുന്നു. അന്ന് മിസൈലില്ലായിരുന്നു, മനസ്സിലായോ? അവിടുന്ന് എയർഫോഴ്സിനെ വിട്ടുണ്ടായിരുന്നു. ഇപ്പം വന്ന് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ മിസൈൽ പരിപാടിയാണ്. നമ്മൾ മറ്റേ ഡ്രോണുകളും മിസൈലുകളും. യുദ്ധരീതി മാറി. ഇപ്പോൾ റഷ്യയിലും ഇതിലും മറ്റേ യുക്രൈനിലും യൂസ് ചെയ്യുന്നത് മാക്സിമം ഡ്രോണുകളും മിസൈലുകളുമാണ്. എയർ സ്ട്രൈക്കുകൾ പോലും വളരെ കുറവാണ്. അതെ, ഈ ഒരു സംഭവം ഇത് അമേരിക്കയെ ബാധിക്കില്ല. അതായത് ഈ പറഞ്ഞ താരിഫ് മറ്റു കാര്യങ്ങളൊക്കെ അമേരിക്കയിലും ബാധിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉടനെ ഉണ്ടാവുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അത് മാറ്റം ഉണ്ടാകാതെ അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന്. 2 കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഒന്ന്, ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അമേരിക്കക്കാർ ട്രംപിനെ മുച്ചൂടി ചീത്തകളി. ഇമാതിരി ഒരു ദരിദ്രം പിടിച്ച ക്രിസ്മസ് ഞങ്ങൾ ജീവിതത്തിൽ ആഘോഷിച്ചിട്ടില്ല എന്ന് അമേരിക്കക്കാർ പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. 2, ഈ പറയുന്ന ട്രംപ് പറയുന്ന പോലെ നമ്മൾ റഷ്യയുടെ നിന്ന് എണ്ണ മേടിക്കാതിരുന്നാൽ അടുത്ത വരുന്ന മഞ്ഞുകാലത്ത് യൂറോപ്പ് കിടുകിടാ വിറയ്ക്കും. യൂറോപ്പ് ഈ കണ്ട കാലം മുഴുവൻ മഞ്ഞുകാലത്ത് ജീവനോടെ ഇരുന്നത് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഗ്യാസ് കൊണ്ടും അവിടെ നിന്ന് കിട്ടുന്ന ഡീസൽ കൊണ്ടുമാണ്. മനസ്സിലായോ? ട്രംപ് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കേണ്ട, പകരം ഞങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുക, അമേരിക്കയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുക. അമേരിക്കയുടെ എണ്ണയ്ക്ക് വില കൂടുതലാണ്. മാത്രമല്ല അതിൻ്റെ അത് സൾഫറുള്ള എണ്ണയാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. ഈ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന എണ്ണ ഡിസ്കൗണ്ടഡാണ്. ഒന്നാമത് അതിനൊരു അപ്പർ ലിമിറ്റ് വെച്ചിട്ടുണ്ട്, $60 കണ്ട് ബാരൽ. രണ്ടാമത് അവിടെ നിന്ന് നമുക്ക് ആ സാധനം ഡിസ്കൗണ്ടിലാണ്, ഏതാണ്ട് $5-6 ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഒരു ബാരൽ എണ്ണ മേടിക്കുന്നത്. അതിൻ്റെ പൈസ നമ്മൾ രൂപയിലാണ് കൊടുക്കുന്നത്. ആ സാധനം നമ്മൾ ഡിസ്റ്റിൽ ചെയ്യുന്നത് നമ്മുടെ ഡിസ്റ്റിലറികളിൽ.
റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, ഇന്ത്യയിൽ കൊണ്ടുവരുന്നു, ഡിസ്റ്റിൽ ചെയ്യുന്നു. ഡിസ്റ്റിൽഡ് പ്രൊഡക്റ്റാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. നമ്മൾ ക്രൂഡല്ല കയറ്റി വിടുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വാറ്റിയെടുത്ത പെട്രോള് അമേരിക്കയ്ക്കും ഡീസൽ ഉക്രൈനും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനം കൊടുക്കുന്നത്. പെട്രോളല്ല, അമേരിക്ക കൊടുക്കുന്ന മറ്റേ എയറോപ്ലെയിൻ്റെ ഫ്യൂവലാണ്. അതാണ് നമ്മൾ അമേരിക്കയ്ക്ക് വിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ആകെ ഒരു കൂട്ടപ്പൊരിച്ചിലായി പോകാനാണ് സാധ്യത. ട്രംപിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാ, ട്രംപിന് ഒരു മനുഷ്യനെ വിശ്വാസമില്ല. അമേരിക്കൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അമേരിക്കൻ വൈറ്റ് ഹൗസിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒരു വിശ്വസിച്ചാലേ ഒരു പ്രസിഡന്റിന് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് പകരം ട്രംപ് അവരെ ഒന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ട്രംപ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ കൂടെ ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്നവർ, ട്രംപിൻ്റെ കൂടെ ഇലക്ഷൻ ക്യാമ്പയിന് വളരെ നന്നായിട്ട് കൂടെ ഉണ്ടായിരുന്നവർ, അവരൊക്കെ ഭയങ്കര കഴിവുള്ളവരാണെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് മന്ത്രിസഭയിൽ ഓരോ സ്ഥാനത്ത് കയറ്റി വെച്ചു. സെർജിയോ ഗോർ ഇന്ത്യയിലേക്കുള്ള അംബാസഡറായിട്ട് വരുന്നതാണ്. അങ്ങനെ ഇന്നുവരെ ജീവിതത്തിൽ ഒരു രാജ്യത്തിനും അംബാസഡറായിട്ട് പോയിട്ടില്ല. എന്നിട്ടാണ് ഇന്ത്യയിലേക്ക് അംബാസഡറായിട്ട് വരുന്നത്. ഇയാളുടെ ക്വാളിഫിക്കേഷൻ എന്തെന്നായിരുന്നു? ഇങ്ങനെ മറ്റേ ട്രംപിൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് ആൾക്കാരെ വെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് സെക്യൂരിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അത്രേ ഉള്ളൂ, തീർന്നു. ഇന്ത്യയിലേക്കുള്ള പുതിയ അംബാസഡർ കാര്യം പറയണേ. എനിക്ക് തീർന്നില്ല. റഷ്യ ഉക്രൈൻ വാറ് മധ്യസ്ഥം പറയാനായിട്ട് ഇങ്ങനെ റഷ്യയിലേക്ക് ആളെ വിട്ടു. ആരാന്നറിയോ? വിറ്റ്കോഫ്. ഇങ്ങനെ ഗോൾഫ് ബഡി. ഇങ്ങനെ ഗോൾഫ് കളിച്ചുകൊണ്ടിരുന്നതാണ് ഒരു രണ്ട് രാജ്യങ്ങളുടെ യുദ്ധത്തിന് മധ്യസ്ഥം പറയേണ്ട ക്വാളിഫിക്കേഷൻ. എങ്ങനെയുണ്ട്? ഏതായാലും നവാറോയ്ക്ക് എക്കണോമിക്സിൽ ഒരു PhD ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ബാക്കി പല എക്കണോമിസ്റ്റുകളും ചോദിക്കുന്നുണ്ട്. ചാത്തം PhD ആയിരിക്കും അല്ലേ? അല്ല, ഹാർവാർഡിൽ നിന്നാ പറഞ്ഞത്. ശരി, ഇപ്പോ ഹാർവാർഡിൽ പഠിപ്പിക്കുന്ന സാറന്മാർ പോലും പറയുന്നത് ഇവനൊക്കെ ആര് PhD കൊടുത്തിട്ട് എന്നാണ്. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭ്രാന്തിൻ്റെ പേരിൽ നടത്തുന്ന കുറേ നയങ്ങൾ ഇതിപ്പോൾ അവസാനം എവിടെ എത്തും എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒന്നുകിൽ ഇതിന് ഇനിയൊരു അവസാനം പറഞ്ഞ ആദ്യം ഞാനും വിചാരിച്ചു ഇത് ഒരു തമാശയൊക്കെ ആയിരിക്കും, കുറെ എങ്ങനെയാലും സംസാരിച്ചത് ഓക്കെ, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഇന്ത്യൻ പെനിൻസുലയിൽ നടക്കുന്ന അട്ടിമറി ശ്രമങ്ങളുടെ ഒരിത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒത്തിരി നാളൊന്നും ഇങ്ങനെ മുമ്പോട്ട് പോകില്ല. ഒരു സമയം എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇന്ത്യ ഓൾ ഔട്ട് തിരിച്ചടിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ സമയം വരെ വളരെ പക്വതയോട് കൂടിയിട്ട് തിരിച്ച് ആക്രമിക്കാതെ ട്രംപിന് നാളെയും നമ്മൾ മറ്റേ ആ പാട്ടുണ്ടല്ലോ, നമ്മൾ നാളെയും കാണണ്ടേ ദമ്മ ചൊട്ടൊരു വെള്ളയപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു മയത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പ്രതികരിച്ചുമൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ നമ്മൾ വളരെ ശക്തമായ സ്റ്റെപ്പുകൾ എടുത്ത്, അതായത് ചൈനയുടെയൊക്കെ തോളയിൽ കൈയിടുക എന്ന് പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ചൈനയുടെ തോളയിൽ കൈയിടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നീ എനിക്ക് കച്ചവടം തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആളെ നോക്കാൻ അറിയാം എന്ന ഒരു രീതിക്ക് തന്നെയാണ് അമേരിക്ക കയറ്റിവിടാൻ പറ്റാതെ പോയ തുണികളൊക്കെ നമ്മൾ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റി വേറെ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും ബാക്കി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റയക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാണ്ടൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വരെ നമ്മൾ അമേരിക്ക തിരിച്ച് ആക്രമിച്ചിട്ടില്ല. സ്ട്രാറ്റജിക്കലി ആക്രമിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ഒഫൻസീവ് സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അങ്ങനെ ഒരു സ്റ്റെപ്പുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് പോകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ വലിയ താമസമില്ല. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് വലിയ താമസമില്ലാതെ പ്രതീക്ഷിക്കാം. ഓവേർട്ടായിട്ടുള്ള പല സ്റ്റെപ്പുകളും നമ്മൾ എടുത്തിട്ടുണ്ട് താനും. ബംഗ്ലാദേശിലെ വെസ്റ്റിൻ ഹോട്ടലിൽ ഒരു അമേരിക്കൻ ഏജന്റ് മരിച്ചു കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയാൻ പാടില്ല. അല്ല, എല്ലാവർക്കും ഓരോ ഡീപ് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലും ഓക്കെ. എന്തായാലും നമ്മുടെ ഏറ്റവും ചർച്ചകളിൽ ഏറ്റവും കടന്നു വരുന്നത് ട്രംപും എല്ലാ പ്രാവശ്യവും ഓരോരോ തീരുമാനങ്ങൾ അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ട്രംപിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയാൻ നേരും നെറിയില്ല, വാക്കിനൊട്ട് വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് ട്രംപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോക്ക് ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഇത്രയും നാളായിട്ട് ട്രംപ് ആയിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇനി ബാക്കിയുള്ളവർ പതിയെ തീരുമാനിക്കാൻ തുടങ്ങി ഇപ്പുറത്തെ സൈഡിൽ നിന്ന്.
അത് മറ്റേ തുടരും സിനിമയിൽ പറഞ്ഞ പോലെ തുടങ്ങിയത് നിങ്ങളാണ്, തീർക്കേണ്ടത് എപ്പോഴാണ്? അല്ല, അതങ്ങനെയല്ലേ ഉള്ളൂ. സി ട്രംപ് മറ്റേ സാങ്ഷൻസ് എന്ന് പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുലുക്കമില്ല. നമുക്ക് സാങ്ഷൻ അടിച്ച് കഴിയുമ്പോൾ ഒരു കുലുക്കമില്ല. ട്രംപ് നേരെ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞു നിങ്ങളും സാങ്ഷൻ അടിക്കണം, ഒരു കുലുക്കമില്ല. യൂറോപ്യൻ യൂണിയൻ നേരെ മോദിജിയുമായിട്ടൊരു സെപ്റ്റംബർ 4-ാം തീയതി തോന്നുന്നു ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു, 1-2 മണിക്കൂർ. യൂറോപ്യൻ യൂണിയൻ മോദിജിയോട് പറഞ്ഞു നിങ്ങളുടെ സഹായം വേണം, റഷ്യ ഉക്രൈൻ വാർ നിർത്താനായിട്ട് നിങ്ങളുടെ സഹായം വേണം, തീർച്ചയായിട്ടും ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ത്യയുമായിട്ട് നമുക്ക് ആ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വേണം. സംസാരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം അവസാനത്തോടുകൂടി ഇന്ത്യയായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാവും. നാറ്റോയുടെ വലിയൊരു തലപ്പത്തിരിക്കുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഇന്ത്യ ഇപ്പോൾ പിടിക്കും, എണ്ണയും മുക്കി വറുത്ത് പൊരിച്ച് തിന്നണം എന്നൊക്കെ പറഞ്ഞ് മിണ്ടുന്നില്ല. ഇപ്പോൾ ഇന്ത്യ മിണ്ടുന്നില്ല സാറേ, മിണ്ടുന്നില്ല. ട്രംപിൻ്റെ ജനപിന്തുണ അമേരിക്കയ്ക്ക് അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ജനപിന്തുണ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് ട്രംപിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒന്ന് നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ബർത്ത്ഡേ ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യാനായിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അന്ന് നമ്മൾ നല്ല രീതിക്ക് പോയി. പക്ഷേ ഈ മരുന്നും കഴിഞ്ഞിട്ട് ഈ ലഡാക്കും കഴിഞ്ഞിട്ട് ഇനി ഒരലമ്പും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം പോയി പണി നോക്കാൻ പറയും. ടു ബി ഓണസ്റ്റ്, ചിലപ്പോൾ തിരിച്ച് മിണ്ടിയില്ല എന്ന് തന്നെ വരും. ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു വരും. എന്താ സംഭവിക്കാൻ പോകുന്നത് ഏതായാലും അറിയാൻ പാടില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭാരതം മുമ്പെങ്ങും കാണാത്ത രീതിക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിക്കൂട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഒരു ചെറിയൊരു ലേസർ ബേസ്ഡ് എനർജി DW ഡയറക്റ്റ് എനർജി വെപ്പൺ, ഒരു ലേസർ വെപ്പൺ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30 വാട്ട് അങ്ങാണ്ട്. അത് കഴിഞ്ഞതും ഈ 30 വാട്ടിന് സമയം കൂടുതലെടുക്കുന്നു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഈ സാധനം 100 വാട്ടിൻ്റെ ലേസർ നമ്മൾ പണിയാൻ തുടങ്ങിയായിരുന്നു. സാധനം ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ? ഈ ലേസർ ബേസ്ഡ് ആയുധങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയാണ്. ചൈന അത് ഓൾറെഡി ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു അവരുടെ ഇതിൽ. ആ ലൈനിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈൻ മാറ്റി പിടിച്ചു, ഗിയർ വേറെയാണിത്. നമ്മൾ എന്താ പറയുക, വളരെ സമാധാനമായിട്ട് വേണേ ചെയ്യാം, മേടിക്കാം, നോക്കാം എന്ന് പറയുന്ന പോലല്ല. കാര്യങ്ങൾ വളരെ തീവ്രമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖോയ് 57 അസിസ് ഒരു 2-3 സ്ക്വാഡ്രൺ ഫ്ലൈയിങ് കണ്ടീഷനിൽ മേടിക്കാൻ പോകുന്നു. അത് റഷ്യക്ക് കൊടുക്കാനുണ്ടോ എന്നുള്ള അറിയത്തില്ല. ബാക്കി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. സുഖോയ് 75. ആദ്യം ഞാൻ 75-ൻ്റെ കാര്യം ചോദിച്ചാൽ പായത്തിനോട് ചോദിച്ചില്ല 57 ആണോന്ന്. അതെ 75 വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അപ്രൂവൽ ഉള്ളത് 42 സ്ക്വാഡ്രണോ മറ്റാ. അതിൻ്റെ അകത്ത് നമുക്ക് ആപാടെ 30 ചില്ലറ സ്ക്വാഡ്രണേ ഉള്ളൂ. ബാക്കി ഫില്ല് ചെയ്യണം. അത് നമ്മൾ 56 സ്ക്വാഡ്രൺ ആക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ആസ് യൂഷ്വൽ റൂമറാണ്, കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വാറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് അതിഭീകരമായ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ ഓർ അല്ലെങ്കിൽ പാകിസ്ഥാൻ മാത്രമുള്ള ഒരു വാറല്ല പ്രതീക്ഷിക്കുന്നത്. അയ്യോ, രാജ്നാഥ് സിംഗ് ഓപ്പണായിട്ട് പറഞ്ഞു ഇനി ഒരു യുദ്ധമുണ്ടായാൽ അത് പാകിസ്ഥാനോടൊന്നോ ഇന്ന രാജ്യത്തോടൊന്നൊന്നുമല്ല പറഞ്ഞത്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം കണ്ട്. അത് ഓൾറെഡി പറഞ്ഞു. അതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇഫ് നോട്ട് മോർ യുദ്ധമായിരിക്കുമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സർ. നമ്മൾ ഒരുപാട് സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കണം, ലോകക്രമത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അതും വലിയ താമസമൊന്നുമില്ല. നവംബർ ഡിസംബറോട് പോയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. മൊത്തം കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ. അതുണ്ടാവും, യാതൊരു സംശയമില്ല. ഒരു നവംബർ ഡിസംബറോട് പോയിട്ട് എന്താണേലും ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ വരട്ടെ, വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും.